ഹലോ മക്കളെ, നമ്മുടെ മാത്സ് പ്രാക്ടിക്കൽസ് ഇതാ നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. ഫസ്റ്റ് ലാബ് 0 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ്. സോ ഒരു ഡാഗും ഇല്ലാണ്ട് നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങളുടെ ലാബ് 0 നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ ലാബ് മാനുവലും അതുപോലെ തന്നെ ജിയോജിബ്രയും കൂടെ ഇങ്ങനെ മാറിയിട്ടായിരിക്കും കേട്ടോ വീഡിയോസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പോൾ ലാബ് 0 നോക്കിക്കേ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണ് ജിയോജിബ്ര അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റർഫേസ് നിങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഡൊമെയിൻ, റേഞ്ച്, അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റത്തെ ലാബ് 0 നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ ചെന്ന് IT ലാബിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എത്തുന്ന ജിയോജിബ്ര എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആയിരിക്കും. ഇതായിരിക്കും അതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ഇത് ഒരു റൈറ്റ് സൈഡിൽ ഒരു ഗ്രാഫ് ഒക്കെ പോലെയുണ്ട്. മേലെ നോക്കിക്ക് ഒരു മെനു ബാർ ഉണ്ട്. ഫയൽ, എഡിറ്റ്, വ്യൂ, ഓപ്ഷൻസ്, ടൂൾസ്, വിൻഡോ, ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഫയൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ തുറക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച് തുറക്കാൻ, പിന്നെ സേവ് ചെയ്യാൻ, എക്സ്പോർട്ട്, ഷെയർ, ക്ലോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഫയലിലാണ്. പിന്നെ ബാക്കിയുള്ള എഡിറ്റ്, വ്യൂ, ഓപ്ഷൻസ് ഒന്നും നമുക്ക് വലിയ കാര്യമായിട്ട് നിങ്ങൾ വലിയ കാര്യമായിട്ട് പണിയെടുക്കാനില്ല. സോ അതവിടെ നിൽക്കട്ടെ. ഇനി നോക്കിക്കേ, സെക്കൻഡിൽ ടൂൾ ബാർ ആണ്. അതായത് ഫസ്റ്റത്തെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഒരു പോയിന്റ് ഇവിടെ ഉണ്ടാക്കി. ഈ പോയിന്റ് നിങ്ങൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ നിന്ന് മൂവ് സെലക്ട് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. ഇതാണ് ഈ മൂവിന്റെ പരിപാടി. അപ്പൊ ഈ പോയിന്റ് ഞാൻ ഇപ്പൊ എടുത്ത പോലെ പോയിന്റ് ഓൺ ദ ഒബ്ജക്റ്റ്, ഇന്റർസെക്ഷൻ പോയിന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പോയിന്റ് ടൂൾ ബാറിൽ ടൂളിൽ വരുന്നത്. പിന്നെ ലൈൻ ടൂൾ ഉണ്ട്. ലൈൻ വരയ്ക്കാൻ, ലൈൻ സെഗ്മെന്റ് വരയ്ക്കാൻ, പിന്നെ വെക്ടർ വരയ്ക്കാൻ, നമുക്ക് കറക്റ്റ് റേ വരയ്ക്കാൻ, ഒരു ലെങ്ത്തിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുടെ ഓപ്ഷൻസ് കണ്ടോ. ഇതൊക്കെ സെറ്റാണ്. നമ്മൾ ഈ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുന്ന പോലെ പല കാര്യങ്ങളും ഇതിനകത്ത് ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നോക്കിക്കേ, പെർപെൻഡിക്കുലർ ലൈൻ, പാരലൽ ലൈൻ, ഈ ലൈനിന്റെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് വേർഷൻ ആണിത്. പിന്നെ ടാൻജൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളോട് വരയ്ക്കാനുണ്ട്. ഇതൊന്നും നമുക്ക് ഇപ്പോഴത്തെ ഒരു എക്സ്പെരിമെന്റ്സിലൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളത് വേണ്ടുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. പോളിഗൺസ്, ട്രയാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ, അതൊക്കെ വരയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സെമി സർക്കിൾ, ആർക്ക്, സെന്റർ, നമ്മളൊരു സെന്ററും ഒരു റേഡിയസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ ഉണ്ടാക്കി തരിക. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കോണിക് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എലിപ്സ്, ഹൈപ്പർബോള, അതിന്റെ ഇതുണ്ട്. ആംഗിൾ വരയ്ക്കാനുള്ളത്, ഏരിയ കവർ ചെയ്യാനുള്ളത്, അങ്ങനത്തെ പരിപാടികളുണ്ട്. പിന്നെ നോക്കിക്കേ, ഇത് റിഫ്ലക്ഷൻ ടൂളാണ്. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല, എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒരു ടൂളാണിത്. സ്ലൈഡർ, ടെക്സ്റ്റ്, ഇമേജ്, ബട്ടൺ, ചെക്ക് ബോക്സ്, ഇൻപുട്ട് ബോക്സ്, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ളൊരു ടൂളാണ്. നിങ്ങളത് ഓർത്തിരിക്കുക കേട്ടോ. ബാക്കി സൂം ഇൻ, സൂം ഔട്ട് ഒന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഉബുണ്ടുവിലാണ്. നിങ്ങൾ സ്കൂളിൽ IT ലാബിൽ ചെന്നാൽ ഉബുണ്ടു എന്ന് പറയുന്ന ഇതിലാണ് നമ്മൾ പരിപാടികളൊക്കെ ഉണ്ടാവുക. ഇങ്ങനത്തെ ഇന്റർഫേസ് ആണ് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്നും നിങ്ങളുടെ സിസ്റ്റർ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്ത് നോക്കാം, ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് നിങ്ങൾ മിക്ക വീടുകളിലും വിൻഡോസ് ആയിരിക്കുമല്ലോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവുക. അപ്പൊ അതിൽ നിങ്ങൾ ഗൂഗിളിൽ ജിയോജിബ്ര എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ വിൻഡോ തുറന്നു വരും. പക്ഷേ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ട് ഇപ്പോൾ ഈ ടൂൾ ബാർ ഒക്കെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണം വീട്ടിൽ നിന്ന് തന്നെ ഈ സംഭവം പ്രാക്ടീസ് ചെയ്ത് പോവാം. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, ഇനി ഓൾജിബ്ര വിൻഡോ, ഗ്രാഫിക്സ് വിൻഡോ എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങളിവിടെ കാണുന്നില്ലേ. അപ്പം ഓൾജിബ്ര വിൻഡോയിലാണ് ഇപ്പോൾ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്തു, അതിന്റെ പൊസിഷൻ എന്താണ് എന്നുള്ള ന്യൂമറിക്കൽ വാല്യൂസ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇഫ് എക്സ് സ്ക്വയർ ആണ്, അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന ഓൾജിബ്രയിലാണ്. ഗ്രാഫിക്സിൽ അതിന്റെ ഗ്രാഫ്, അതിന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ ഒക്കെ ഗ്രാഫിക്സ് ഏരിയയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും താഴെ ഒളിച്ചിരിക്കുന്ന ഒരു ഇൻപുട്ടിനെ കണ്ടോ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പോൾ ഞാനിവിടെ എക്സ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എക്സ് ഗ്രാഫ് തരും. f(x) = x എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് നമുക്ക് തരും ഇൻപുട്ട്. അവിടെ നമുക്ക് ഇൻപുട്ടുകൾ കൊടുക്കാം, പോയിന്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻ, എന്ത് വേണമെങ്കിലും ഇൻപുട്ടുകൾ അവിടെ കൊടുക്കാവുന്നതാണ്. ഓൾ റൈറ്റ്, ഇനി നോക്കിക്കേ, ഇപ്പം ഈ ഒരു സെന്ററിൽ നിന്ന് മാറിയിട്ടല്ലേ നമ്മുടെ ഗ്രാഫിൽ ഇരിക്കുന്നത്. നിങ്ങൾ Ctrl+M അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ സെൻട്രലൈറ്റിക്കായിട്ട് വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, നിങ്ങൾ സേവ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ നിന്നാണ് സേവ് ആസ്, നിങ്ങൾ ചെയ്ത് വെക്കുന്ന ഫയലുകളൊക്കെ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി നമുക്കെന്നാൽ പരിപാടികളിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞു, ജിയോജിബ്ര ഇന്റർഫേസ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അടുത്ത ആക്ടിവിറ്റി മക്കളെ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ളതാണ്. എടാ, ഇതിന് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലായിരുന്നു നിങ്ങളടുത്ത് ഒരു സ്ലൈഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. നിങ്ങളിപ്പോൾ ഇവിടെ ഈ A = 2 എന്ന് കാണുന്നതിൽ സ്ലൈഡർ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഗ്രാഫിക്സ് ഏരിയയിൽ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി മൗസ് വെക്കാം. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. നമ്മളോട് ഈ ലാബ് മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് A എന്ന പേരുള്ള, സ്മോൾ ലെറ്റർ A എന്ന പേരുള്ള ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇതിന്റെ പേര് ഓൾറെഡി A ആണ്. അപ്പൊ ഈ ഡയലോഗ് ബോക്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. സ്ലൈഡറിനെ ഓക്കെ, നമുക്ക് 3 തരം സ്ലൈഡേഴ്സ് ഉണ്ട്: നമ്പർ, ആംഗിൾ, ഇൻഡിജർ. അപ്പൊ ഇതിൽ നമുക്കിപ്പോൾ വേണ്ടത് നമ്പർ ആണ്. സ്ലൈഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നീക്കാൻ പറ്റുന്ന ഒരു സാധനം. അപ്പൊ ഇവിടെ മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ, ഇൻക്രിമെന്റ് എന്ന 3 ബോക്സ് കണ്ടോ. അപ്പൊ സ്ലൈഡറും മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മിനിമം -5 തൊട്ട് 5 മാക്സിമം വരെയുള്ള നമുക്ക് വാല്യൂസ് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന എന്തോ ഒരു ഒബ്ജക്റ്റ് ആണ് ഈ ഒരു സ്ലൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇൻക്രിമെന്റ് നമ്മളോട് ആദ്യം പറഞ്ഞ 1 കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ കണ്ടോ ഇവിടെ ഒരു സാധനം വന്നത്, യെസ്, ഇതാണ് സ്ലൈഡർ. ഞാനിത് മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുവാണ്. അപ്പോൾ അതിന്റെ വാല്യൂ മാറി വരുന്നത് കണ്ടോ, -5 തൊട്ട്
1 5 വരെയുള്ള വാല്യൂസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഈ സ്ലൈഡറിന്റെ വാല്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കീബോർഡിൽ റൈറ്റ് ലെഫ്റ്റ് ആരോസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നീക്കാം കേട്ടോ. ഇനി അതുമല്ല നമുക്കിതൊന്നും വയ്യാന്നുണ്ടെങ്കിൽ ആനിമേഷൻ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ മൂവ് ചെയ്തോളും. ഓക്കെ, നമുക്ക് പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം A-1 0 1 അങ്ങനെ പോയിക്കോളും. അത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് അതിൻ്റെ മേലെ ആനിമേഷൻ ഒന്നുകൂടെ കൊടുത്താൽ മതി. ഇനി നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലൈഡർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, കാരണം ഇവിടെ സ്ലൈഡറിന്റെ ഓപ്ഷൻ ഓൺ ആയി കിടക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് മൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിന്റെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് മാറ്റണം, എനിക്ക് ഇൻക്രിമെന്റ് മാറ്റണം അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഒക്കെ മാറ്റണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് കണ്ടോ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സാധനം വരും. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. A എന്നാണ് പേര്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമുക്ക് ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യണം. ക്യാപിറ്റൽ A² എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. ആ പോയിന്റ് നമ്മൾ എവിടുന്നാണ് പ്ലോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ബാറിൽ നമ്മൾ ക്യാപിറ്റൽ A ഈക്വൽ ടു കുഞ്ഞു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു A,A² കൊടുക്കുക. A,A². എങ്ങനെ നമ്മൾ കൊടുക്കുക, A കൊടുക്കുക, എന്നിട്ട് ഷിഫ്റ്റ് ഞെക്കിയിട്ട് 6 ഞെക്കുക. അപ്പം അതിൻ്റെ മേലെ ഒരു ക്യാപ്പ് ഉണ്ട്, അപ്പോൾ സ്ക്വയർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് A എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഓക്കെ, A എന്ന് പറയുന്ന പോയിന്റ് എവിടെ, ഇവിടെ വന്നില്ലേ? അപ്പം ഞാൻ ഈ പോയിന്റ് യെസ്. ഇപ്പൊ നോക്കിക്കേ, ഞാൻ കൊടുത്ത പോയിന്റ് എന്താ, A² എന്നുള്ളതാണ്. നമ്മുടെ സ്ലൈഡറിന്റെ പേരെന്താ, A എന്നുള്ളതാണ്. റൈറ്റ്. അപ്പൊ ഞാൻ ഈ A2 ആക്കി കഴിഞ്ഞാൽ പോയിന്റ് എന്തായിരിക്കും, A² 2 2 4 എന്നുള്ളതായിരിക്കും എൻ്റെ പോയിന്റ്. ഞാൻ സ്ലൈഡറിനെ 1ലേക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ പോയിന്റ് എന്തായിരിക്കും, A² 1 1² 1 1ലായിരിക്കും. കണ്ടോ 1 1 ആണ് അതിന്റെ പോയിന്റ്, കാണുന്നില്ലേ? ഇനി ഞാൻ A നെ 0ൽ വെച്ച് കഴിഞ്ഞാൽ 0 0, A-ന്റെ -1ൽ വെച്ച് കഴിഞ്ഞാൽ -1 -1ന്റെ സ്ക്വയർ, ഇനി -2ൽ വെച്ച് കഴിഞ്ഞാൽ -2 4. കണ്ടോ, അതാണ് ഈ സ്ലൈഡറിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പോയിന്റിനെയാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്, പോയിന്റിലെ വാല്യൂസ് ആണ് മാറ്റി കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ സ്ലൈഡറിന്റെ പേരും പോയിന്റിൽ വരുന്ന വാല്യൂവും സെയിം ആയിരിക്കണം. ക്ലിയർ ആയോ? ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സ്ലൈഡറിന് എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് പോയിന്റ് മാറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഞാനിവിടെ ആനിമേഷൻ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പോയിന്റ് ഇങ്ങനെ മാറുന്ന കണ്ടോ, പോയിന്റിന്റെ വാല്യൂ മാറി വരുന്ന കണ്ടോ, -5 ഇപ്പൊ കുറച്ച് മേലെയാണല്ലേ, ഇതാ കണ്ടോ. ഇപ്പൊ ഞാൻ സൂം ഔട്ട് ചെയ്താണ്, മൗസ് ഇങ്ങനെ ബാക്കോട്ട് വലിച്ചാൽ മതി, അതിന്റെ റോളർ. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഈ പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ട്രേസ് ഓൺ എന്ന് കൊടുത്തിട്ട് ഇനി ഞാൻ ഈ ആനിമേഷൻ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കിയേ. അത് ഏതൊക്കെ പോയിന്റിൽ പോകുന്നുണ്ടോ ആ പോയിന്റ് ഒക്കെ അവർ മാർക്ക് ചെയ്തു തരും നമുക്ക്. കണ്ടോ, പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വരുന്ന കണ്ടോ. സി യെസ്, ഇതാണ് നമ്മുടെ മറ്റൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്ലൈഡറിന്റെ ഇൻക്രിമെന്റ് ഒന്ന് മാറ്റി കൊടുക്കുക. എങ്ങനെ ഇൻക്രിമെന്റ് മാറ്റാം, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോകുമ്പോൾ ഒരു സാധനം വരും, ഇൻക്രിമെന്റ് നമ്മൾ 1 കൊടുത്തത്. ഇതിന്റെ ഇൻക്രിമെന്റ് എന്താ, -5ൽ നിന്ന് ഒറ്റ ചാട്ടത്തിന് -4 എത്തുന്നു. പിന്നെ ഇൻക്രിമെന്റ് ചെയ്യുന്നതൊക്കെ 1 യൂണിറ്റ് വെച്ചിട്ടാണ്. ഞാനത് മാറ്റി 0.01 എന്ന് കൊടുത്തു. ഓക്കെ, ഞാനിത് ഇൻക്രിമെന്റ് മാറ്റി 0.01 എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഇവിടെ ആനിമേഷൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാം നോക്കിക്കേ. നമ്മുടെ പോയിന്റിന്റെ പാത്ത് കണ്ടോ, ഇവിടെ എന്താ സംഭവിച്ചേ, 0.01 0.02 0.03 അങ്ങനെ 0.01 വെച്ചത് ഇങ്ങനെ ഇൻക്രിമെന്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ആ സമയത്ത് നമ്മുടെ പോയിന്റ് എങ്ങനെയാ പോകുന്നത്, A² എന്ന് പറയുന്ന പോയിന്റ് എവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്, സി ഇപ്പം 2 ആണെങ്കിൽ 2ന്റെ സ്ക്വയർ, 2.01 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ, ഇങ്ങനെ വരും. ആൻഡ് മക്കളെ നിങ്ങൾക്ക് ഇത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ഇതിന്റെ ഗ്രാഫ് വരുന്നത് x² എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് ആയിട്ടാണ്. f(x) = x² എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് ആയിട്ടാണ് നമ്മുടെ പോയിന്റ് A² വരുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ പ്ലോട്ട് ചെയ്ത ഫംഗ്ഷൻ വരുന്നത് f(x) = x² എന്ന് പറയുന്നതാണ്. സോ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ സ്ലൈഡർ ഉണ്ടാക്കി, A² എന്ന് പറയുന്ന പോയിന്റ് പ്ലോട്ട് ചെയ്തു, എന്നിട്ട് അതിന്റെ സ്ലൈഡർ വെച്ച് ട്രേസ് ഒക്കെ കൊടുത്ത് ഈ A² എന്ന് പറയുന്ന പോയിന്റിന്റെ ഒരു പാത്ത് നമ്മൾ ട്രേസ് ചെയ്തെടുത്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, f(x) = x² എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഈ ഒരു പോയിന്റിന്റെ പാത്ത് എന്ന് മനസ്സിലായി. ഓക്കെ, നമ്മൾ ഇൻക്രിമെന്റ് ഒക്കെ മാറ്റി കൊടുത്തു. അപ്പൊ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളൊരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കിയിട്ട് ഈ ഫംഗ്ഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. അതായത് ഇൻപുട്ട് ബോക്സ് എവിടെ ഉണ്ടാക്കുക, ഈ സ്ലൈഡറിന്റെ താഴെ തന്നെ ഉണ്ട്. സ്ലൈഡറിന്റെ താഴെ ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ട് കണ്ടോ. ഇൻപുട്ട് ബോക്സ് നിൽക്കുക, ഈ ഗ്രാഫിക്സ് ഏരിയയിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ ഇൻപുട്ട് ബോക്സിന് ക്യാപ്ഷൻ കൊടുക്കേണ്ടത് ക്യാപിറ്റൽ A എന്നാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ A എന്ന് പറയുന്നത് ക്യാപിറ്റൽ A അല്ലേ നമ്മൾ പോയിന്റ് എടുത്തത്, A² എന്ന് പറയുന്ന പോയിന്റ് എടുത്തത്. അപ്പോൾ ആ ക്യാപിറ്റൽ Aക്കാണ് നമ്മൾ ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ Aന്റെ ഫംഗ്ഷൻ ആണ് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ലിങ്ക് ലേബിൾസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ക്യാപ്ഷൻ ഞാൻ A കൊടുത്തു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് ഒബ്ജക്റ്റ്, നമ്മുടെ പോയിന്റ്
ക്യാപിറ്റൽ എ ആണെന്നും കൊടുത്തു, ഓക്കെ കൊടുത്തു, ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ആയി. കണ്ടല്ലോ? അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ എ സ്ക്വയർ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ ഓരോന്ന് മാറ്റി കൊടുക്കണമെങ്കിൽ താഴെ ഇൻപുട്ട് ബോക്സിൽ പോയിട്ട് ചെയ്യേണ്ട, ഇവിടുത്തെ ഇൻപുട്ട് ബാറിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഈ എ സ്ക്വയർ മാറ്റിയിട്ട് നിങ്ങൾക്ക് എ ക്യൂബ് കൊടുക്കാം. ഓക്കെ, എ സ്ക്വയർ മാറ്റിയിട്ട് എ ക്യൂബ് കൊടുക്കാം. അപ്പൊ നോക്കിയേ, ഇനി നിങ്ങൾ ഈ സ്ലൈഡറിലൊരു ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ഫംഗ്ഷൻ കണ്ടോ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക. ക്ലിയർ ആയോ മക്കളെ? ആ ഡിഫറൻസ് കിട്ടിയോ? നമ്മളിപ്പോ എന്താ ചെയ്തേ? നമ്മൾ സ്ലൈഡറിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. നമ്മളൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഏതിനാ നമ്മൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തേ? ഇൻപുട്ട് ബോക്സ് ഏതിനെ ക്രിയേറ്റ് ചെയ്ത്? നമ്മുടെ എ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ പ്ലോട്ട് ചെയ്ത പോയിന്റ് അല്ലേ, അത് ഡിനോട്ട് ചെയ്ത ഇതിനെയാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ്. അപ്പൊ നമ്മൾ അതിനൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു, ക്യാപിറ്റൽ എ. എന്നിട്ട് അതിൽ ഫംഗ്ഷൻ മാറ്റി കൊടുത്തു, എ ക്യൂബ് ആക്കി. അപ്പൊ സ്ലൈഡർ മാറുന്നതിനനുസരിച്ചിട്ട് ഇപ്പം A3 ആണെങ്കിൽ 3 ക്യൂബ് എന്ത് വരും? 27 വരും. A2 ആണെങ്കിൽ 2 ക്യൂബ് എന്ത് വരും? 8 വരും. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഇൻപുട്ട് ബോക്സിൽ മാറ്റി. നമുക്ക് ഇവിടെ ഇനി എന്ത് വേണമെങ്കിലും കൊടുത്തൂടെ? A⁴ കൊടുക്കാം. അപ്പൊ എന്താ വരിക നോക്കിക്കേ, ഇവിടെ ആനിമേഷൻ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ മാറി വരുന്ന കണ്ടോ? ട്രേസ് നോക്കിക്കോ, സി കണ്ടോ വ്യത്യാസം കണ്ടോ? യെസ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x⁴. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷന്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇൻപുട്ട് ബോക്സ് മാറ്റിയിട്ട് നമ്മൾ ചെയ്തു. ഇപ്പൊ ലേബലുകൾ ഞാൻ പറഞ്ഞ പോലെ മാറിപ്പോവരുത്. അപ്പൊ നമ്മുടെ എന്തായി? നമ്മുടെ ആക്ടിവിറ്റി 0.2 അവിടെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. ഇനി നോക്കിക്കേ, ഇനി കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് വരച്ച് അതിന്റെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. സി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മോഡുലസ് ഓഫ് എക്സ്, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓൾ റൈറ്റ്. എടാ, ഇപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇവിടുന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ പോയിന്റ്, ഈ സ്ലൈഡർ എനിക്ക് ഇവിടെ വേണ്ട. അപ്പൊ ഞാൻ എന്താ മതി, ഈ ആൾജിബ്ര ഏരിയ ഇല്ലേ, അവിടെ ഞാൻ ആ ബ്ലൂ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആ സ്ലൈഡർ അവിടെ നിന്ന് പോകും. ഇനി ആ എ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റും അവിടെ നിന്ന് പോകും. അതാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഫംഗ്ഷൻ വരയ്ക്കുകയാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, എക്സ് എന്നിട്ട് കൊടുത്താൽ തന്നെ അവിടെ ഗ്രാഫ് വന്നു. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വന്നു. ഓക്കെ, ഇനി ഞാൻ ഇൻപുട്ട് ബോക്സിൽ കൊടുക്കുന്നത് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ എങ്ങനെ കൊടുക്കുക? എക്സ് അടിക്കുന്നു, ഷിഫ്റ്റ് 6 അടിക്കുന്നു, എന്നിട്ട് 2 കൊടുക്കുന്നു. അപ്പൊ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വന്നു. കണ്ടോ, 2 ഗ്രാഫും വന്നു. ഇനി ഞാൻ ഇൻപുട്ട് ബോക്സിൽ കൊടുക്കുന്നത് മോഡുലസ് ഓഫ് എക്സ് ആണ്. അതായത് എ ബി എസ് എക്സ്, അബ്സല്യൂട്ട് വാല്യൂന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ അത്. ABS(x) കണ്ടോ, മോഡുലസ് വന്നു. ഇനി നമുക്ക് എന്താ വേണ്ടേ? നമുക്കൊരു എക്സ് ക്യൂബ് കൊടുക്കാം. എക്സ് ക്യൂബ് എങ്ങനെയാ? ഷിഫ്റ്റ് 6 അടിക്കുന്നു, ക്യൂബ് അടിക്കുന്നു, ക്യൂബ് വന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഇടങ്ങാറാവണ്ട. ഇത് ഞാൻ ഇങ്ങനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ ഗ്രാഫായിട്ട് കാണാൻ പറ്റും. കാണുന്നില്ലേ മക്കളെ? ഓരോരോ ഗ്രാഫായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഞാൻ H of X മാത്രം എടുത്തു, G of H മാത്രം എടുത്തു. ഇനി നമുക്ക് വേണ്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് വേണം. SQRT ഓഫ് എക്സ്. കണ്ടോ, G of X ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സ്ക്വയർ റൂട്ട് മാത്രം വന്നു. ക്ലിയർ? ഇനി വരുന്നത് ഇപ്പം എനിക്കൊരു ഫ്ലോർ ഫംഗ്ഷൻ വേണം. ഫ്ലോർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഫ്ലോർ എക്സ്. കണ്ടോ, ഫ്ലോർ ഫംഗ്ഷനൊക്കെ എന്ത് രസമായിട്ടാണ് വന്നേക്കുന്നതല്ലേ? നിങ്ങളിതൊക്കെ പഠിച്ച ഫംഗ്ഷൻസ് അല്ലേ ഫ്ലോർ ഫംഗ്ഷൻസ് ഒക്കെ? ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ലെസ് ദാൻ എക്സ്. ഇപ്പം 0.1 ആണെങ്കിൽ 0.1 താഴെയുള്ള ഏറ്റവും വലിയ ഇൻഡിജർ ഏതാ? 0. അതായിരിക്കും നമ്മുടെ വാല്യൂ. അപ്പോൾ 0 തൊട്ട് 1 വരെ 0 ആയിരിക്കും, 1 തൊട്ട് 2 വരെ 1 ആയിരിക്കും. അതാണ് ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? യെസ്. ഇനി നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഏതാ? സിഗ്നം ഫംഗ്ഷൻ ഉണ്ടല്ലേ? സിഗ്നം ഫംഗ്ഷൻ SIGN ഓഫ് എക്സ് എന്ന് അടിച്ചാൽ മതി. SIGN ഉണ്ട്, SI സൈൻ ഓഫ് എക്സ് സിഗ്നം ഫംഗ്ഷൻ വരും. കണ്ടോ, സിഗ്നം ഫംഗ്ഷനിൽ ഇതിലാണ് നമുക്ക് ജിയോജിബ്രയുടെ ചെറിയൊരു ലിമിറ്റേഷൻ ഉള്ളത്. സിഗ്നം ഫംഗ്ഷനിൽ 0യുടെ വാല്യൂ 0 തന്നെയാണ്, പക്ഷെ അതിവിടെ ഒരു എൻലൈറ്റ് ചെയ്ത് കാണുന്നില്ല. അപ്പം പോസിറ്റീവ് വാല്യൂ എക്സ് ഏത് വന്നു കഴിഞ്ഞാലും 1 തന്നെയാണ് വരിക. മൈനസ് വാല്യൂ എല്ലാത്തിനും -1 ആണ് വരിക. 0 - 1 1 എന്നുള്ളതാണ് അതിന്റെ റേഞ്ച് വരിക. ഓക്കെ, സിഗ്നം ഫംഗ്ഷൻ ചെയ്തു. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഏതാടാ? 1/x ചെയ്യണം അല്ലേ? 1/x 1 അടിക്കുന്നു, ഇൻപുട്ട് ബോക്സിൽ 1/x 1/x. കണ്ടോ, എല്ലാ ഫംഗ്ഷൻസ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ജിയോജിബ്ര ഇതിന്റെ ഈ ക്രിയേറ്റേഴ്സിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, മാത്സിനെ കുട്ടികൾക്ക് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത് കേട്ടോ. എടാ, ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻസിന്റെ ഒക്കെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഡൊമെയിൻ എന്താണ്? എക്സ് വാല്യൂസ് ആണ് ഡൊമെയിൻ. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതാണെന്നുള്ളതാണ് ഡൊമെയിൻ. കിട്ടുന്ന വാല്യൂസ്, ഇമേജ് വാല്യൂസ് ആണ് y. സോ
ഈ ഫംഗ്ഷൻ ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ ശരിക്കും എളുപ്പമാണ്. അതായത് എക്സ് ആക്സിസിന്റെ മേലെയുള്ള ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഡൊമൈനിൽ പോകും, വൈ ആക്സിസിന്റെ മേലെയുള്ള ഏതൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ റേഞ്ചിൽ പോകും. സോ ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഡൊമൈനും റേഞ്ചും എന്താണ്? എക്സ് ആക്സിസിന്റെ മേലെയുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുത്തൂടെ? വൈ ആക്സിസിന്റെ മേലെയുള്ള ഏത് പോയിന്റും തിരിച്ചു കിട്ടുന്നില്ലേ? സോ ആർ, ക്യാപിറ്റൽ ആർ ആണ് ഡൊമൈനും റേഞ്ചും. ഇനിയോ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ആവുന്ന കേസിൽ എന്താ? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് എക്സ് വാല്യൂസ് ഏത് വേണമെങ്കിലും കൊടുക്കാം, അതാണ് ഡൊമൈൻ. ഏത് വേണമെങ്കിലും കൊടുക്കാം, കംപ്ലീറ്റ് ആർ ഉണ്ട്, പക്ഷെ തിരിച്ചു കിട്ടുന്നത് നെഗറ്റീവ് വാല്യൂസ് ഇല്ല, പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ, സീറോ ഉണ്ട്. സോ ക്ലോസ്ഡ് സീറോ ഇൻഫിനിറ്റി ആണ് റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ എക്സ് സ്ക്വയർ. ഇനിയോ മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ തന്നെ പോസിറ്റീവ് വാല്യൂസേ ഉള്ളൂ, റേഞ്ചിൽ പോസിറ്റീവ് വാല്യൂ 0 to ഇൻഫിനിറ്റി മാത്രമേ ഉള്ളൂ, പക്ഷെ ഡൊമൈനിൽ എന്ത് വരും? ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം അല്ലെ. ഇനിയോ എക്സ് ക്യൂബ് ആണെങ്കിൽ നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും ഡൊമൈൻ ആയിട്ടും എടുക്കാം, റേഞ്ച് ആയിട്ടും എടുക്കാം. സോ ക്യാപിറ്റൽ ആർ റിയൽ നമ്പേഴ്സ് ആണ് ഡൊമൈനും റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ റൂട്ട് ഓഫ് എക്സിൽ നെഗറ്റീവ് കൊടുക്കാൻ പറ്റുമോ? നെഗറ്റീവ് കൊടുക്കാൻ പറ്റത്തില്ല. അതിൽ കിട്ടുന്നതും കൊടുക്കുന്നതും 0 to ഇൻഫിനിറ്റി എന്ന് പറയുന്നതാണ്. ഡൊമൈനും റേഞ്ചും 0 to ഇൻഫിനിറ്റി ആണ്. കാണുന്നില്ലേ? നിങ്ങൾ ഇങ്ങനെ കാണുന്നില്ലേ? ഇവിടെ ഇങ്ങനെ ഈ ഗ്രാഫ് നോക്കിക്കാൻ തന്നെ മനസ്സിലാവും. എക്സ് ആക്സിസിന്റെ മേലെയുള്ള പോസിറ്റീവ് വാല്യൂ 0-നേക്കാൾ വലിയ വാല്യൂസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അല്ലെ. ഇനിയോ ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കുന്നതിൽ ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഡൊമൈന് എക്സ് ആക്സിസിന്റെ മേലുള്ള ഏത് പോയിന്റിൽ ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ കിട്ടുന്നത് എന്തായിരിക്കും? ഇൻഡിജേഴ്സ് മാത്രമായിരിക്കും. ശരിയല്ലേ? ഇപ്പൊ 0 to 1 ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് കിട്ടുന്നത് 0 ആണ്. 1 to 2 ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് കിട്ടുന്നത് 1 ആണ്. റൈറ്റ്? സോ അങ്ങനെയുള്ളൊരു വിഷയമാണ്. സോ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ R ആണ്. ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് Z ആണ്. ഇനിയോ സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 0 ആണ് റേഞ്ച്. എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും ഏത് പോയിന്റ് വേണമെങ്കിലും എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് വേണമെങ്കിലും കൊടുക്കാം. ഡൊമൈൻ ഇസ് കംപ്ലീറ്റ് ആർ, പക്ഷെ തിരിച്ചു കിട്ടുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ, അവിടെ ജിയോജിബ്ര അത്രയ്ക്ക് വളർന്നിട്ടില്ല. 0 എന്നുള്ള പോയിന്റും കൂടി ഉണ്ട്. സെറ്റ് 0, 1, -1 ആണ് സിഗ്നം ഫംഗ്ഷനിൽ വരിക. ക്ലിയർ അല്ലേ? ഇനി 1/x ആണെങ്കിലോ 1/x ആണെങ്കിൽ 0 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഡൊമൈനിൽ 0 ഇല്ല, ബാക്കി ഏത് വാല്യൂ വേണമെങ്കിലും വരും. അപ്പം R - സെറ്റ് 0 ആണ്. റേഞ്ചിലും 0 ഉണ്ടോ? റേഞ്ചിലും 0 ഇല്ല. ഓക്കെ, അപ്പൊ ഡൊമൈനും റേഞ്ചും അങ്ങനെയാണ് വരുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന്റെ ഡൊമൈനും റേഞ്ചും നമ്മൾ പഠിച്ചു. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ സീലിംഗ് ഫംഗ്ഷൻ ഒന്ന് അടിച്ചു നോക്കാൻ പറയുന്നുണ്ട്. അതാണ് അടുത്ത ടാസ്ക്. സോ സീലിംഗ് ഫംഗ്ഷൻ, ഫ്ലോർ ഫംഗ്ഷൻ, സീലിംഗ് ഫംഗ്ഷൻ ഓർമ്മയുണ്ടോ എൻ്റെ മക്കൾക്ക്? സീലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇനി ഞാൻ ഈ സീൽ ഫംഗ്ഷനും ഫ്ലോർ ഫംഗ്ഷനും കൂടെ വെക്കുമ്പം ഈ ബ്ലൂ ആണ് ഫ്ലോർ ഫംഗ്ഷൻ, സീലാണ് ബ്ലാക്ക് വരുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, 0 to 1 എല്ലാ വാല്യൂസിനും 0 ആണ് ഫ്ലോർ ഫംഗ്ഷൻ വരുന്നത്. അതായത് ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ലെസ് ദാൻ എക്സ്. പക്ഷെ ഫ്ലോറിൽ വരുമ്പോൾ നേരെ തിരിഞ്ഞു, സ്മോളസ്റ്റ് ഇൻഡിജർ ഗ്രേറ്റർ ദാൻ എക്സ്. അപ്പൊ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് 0.99 ആണെങ്കിൽ 0.99 വലിയ ഏറ്റവും ചെറിയ ഇൻഡിജർ. അപ്പൊ 0.99 വലുതാണ് 2, പക്ഷെ അത് വേണ്ട, നമുക്ക് തൊട്ട് മേലുള്ളതാണ് വേണ്ടത്. സോ 0.99 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫ്ലോർ ഫംഗ്ഷൻ ആണെങ്കിൽ 0 to 1 എന്ന് പറയുന്നത് ഈ 0 ആയിരിക്കും കിട്ടുക. പക്ഷെ അതേസമയം ഇതിന്റെ കളർ മാറ്റാൻ പറ്റുമോ? ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് നമുക്ക് വേണേൽ കളറൊക്കെ മാറ്റാം കേട്ടോ. ഓക്കെ, ഇതാ കളർ ഉണ്ട്, ഞാൻ പച്ച കൊടുത്തു കണ്ടോ. നൈസ് അല്ലേ? ഓക്കെ, അപ്പൊ കണ്ടോ, ഇപ്പൊ ഞാൻ 0.99 എടുത്തു. 0.99 ഞാൻ ഫ്ലോർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് 0 ആണ് വാല്യൂ കിട്ടുക. പക്ഷെ അതേ വാല്യൂ സീലിംഗ് ഫംഗ്ഷൻ എടുത്താൽ എനിക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. സോ നമുക്ക് സീലിംഗ് ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം മക്കളെ? സ്മോളസ്റ്റ് ഇൻഡിജർ ഗ്രേറ്റർ ദാൻ എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോളസ്റ്റ് ഇൻഡിജർ ഗ്രേറ്റർ ദാൻ എക്സ്. സോ നമ്മുടെ ആ പ്രൊസീജിയറും അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് അടുത്ത ഡൊമൈനും റേഞ്ചും തന്നെയാണ് സംഭവം. നമ്മളൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം, ഇൻഡിജർ സ്ലൈഡർ ആണ്. ഓക്കെ, അത് n എന്നായിരിക്കണം അതിന്റെ പേര്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ x⁻n ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നോക്കിക്കേ, സ്ലൈഡറിൽ എന്താ വാല്യൂ മാറി വരും? x⁻n ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, n-നാണ് സ്ലൈഡർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഫംഗ്ഷൻ മാറി വരും, x⁻1, x⁻2, x⁻−1, അങ്ങനെ ഫംഗ്ഷൻ മാറി വരും. എന്നിട്ട് നമ്മൾ അതിന്റെ ഡൊമൈനും റേഞ്ചും ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവിടുന്ന് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ സ്ലൈഡറിന്റെ മേലെ ഞെക്കിയിട്ട് ഇവിടെ ഈ ലേബൽ ഇവിടെ ഗ്രാഫിക്സ് ഏരിയയിൽ ഞെക്കിയാൽ മതി. n ആണ് ലേബൽ വേണ്ടത്. ഇൻഡിജർ സ്ലൈഡർ ആണ് എനിക്ക് വേണ്ടത്. മിനിമം ഒരു -5 കൊടുക്കുന്നു. ഇൻക്രിമെന്റ് 1 തന്നെ കൊടുക്കാം. ഓക്കെ, ഫൈൻ. എൻ്റെ സ്ലൈഡർ റെഡിയായി. ഇനി വേണ്ട എന്താണ്? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x⁻n കൊടുക്കണം. x ഷിഫ്റ്റ് 6 n കൊടുക്കണം.
ഓക്കെ, റെഡി ആയില്ലേ? ഇപ്പം എന്തുകൊണ്ടാ ഈ ഗ്രാഫ് വന്നേ, ബ്രൗൺ കളർ സ്ട്രേറ്റ് വന്നേ? എൻ്റെ സ്ലൈഡർ നോക്കിക്കേ, n=1 n=3 ആവുമ്പോൾ എന്തായി? x⁻³ ആയി അല്ലേ? n=2 ആവുമ്പോൾ എന്തായി? x² ആയി. n⁻⁻1 എന്ന് പറഞ്ഞാൽ 1/x ആയി. n⁻⁻1/x³ ആയി അല്ലേ? ഇങ്ങനെയാണ് ഫംഗ്ഷൻ മാറി മാറി വരിക. കണ്ടോ, ഞാൻ ഈ സ്ലൈഡർ മാറുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ മാറി 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 വരുന്ന കണ്ടോ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട ടാസ്ക് എന്താ? What happens? Observe the graph of the function x⁻n. നമ്മളത് കണ്ടുപിടിച്ചു അല്ലേ? ഡൊമൈനും റേഞ്ചും ഓൾറെഡി നമ്മൾ x-നും x² x³ ഒക്കെ പറഞ്ഞാണ്. What happens to the graph of the function x⁻n between -1 and 1 as n becomes larger and larger? -1നും 1നും ഇടയ്ക്ക് ഈ ഫംഗ്ഷൻ വലുതായി വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ n ഗ്രേറ്റർ ആവുന്നതിനനുസരിച്ച് -1നും 1നും ഇടയിൽ എന്താ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ n -3 ആവുമ്പം -1നും 1നും ഇടയ്ക്ക് എന്തില്ല? പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നുമില്ല. ഞാനത് അടുത്തോട്ട് വന്നു, -2 ആക്കി, പിന്നെ -1 ആക്കി, -0 ആക്കി, 1 ആക്കി. അപ്പം -1 0യിലൂടെ കടന്നു പോകുന്നുണ്ടല്ലേ ഗ്രാഫ്? അപ്പം -1നും 1നും ഇടയിൽ ഒരു വാല്യൂ വന്നു. പിന്നെയോ 2 ആയപ്പോഴത്തേക്കും -1നും 1നും ഇടയ്ക്ക് കുറേ വാല്യൂസ് വരുന്നുണ്ട് അല്ലേ? ഈ n ഗ്രേറ്റർ ആവുന്നതിനനുസരിച്ചിട്ട് -1നും 1നും ഇടയിലുള്ള വാല്യൂസ് കണ്ടോ, x ആക്സിസിനോട് ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന കാണുന്നുണ്ടോ നിങ്ങൾ? ഇപ്പം ഞാനിങ്ങനെ വാല്യൂസ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു മാക്സിമം വാല്യൂ കൂട്ടി കൊടുക്കാം. മാക്സിമം വാല്യൂ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ മാക്സിമം ഒരു 100 ഇട്ട് കൊടുക്കാം അല്ലേ? 100. ഓക്കെ, ഞാൻ ഈ സ്ലൈഡർ ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ -1നും 1നും ഇടയ്ക്ക് ഇപ്പം എന്താ സംഭവിച്ചത്? ഇത്രയും നേരം അവിടെ ബ്രൗൺ ലൈൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നോക്കിയോ, ഒന്നുകൂടെ പറയാം. 0-ന് ചെല്ലുമ്പോഴത്തേക്കും -1നും 1നും ഇടയ്ക്ക് എക്സ് വാല്യൂസിൻ്റെ മേലെ വാല്യൂസ് ഒന്നുമില്ല. ഞാനിങ്ങനെ ഗ്രാഫ് മാറ്റുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? -1നും 1നും ഇടയ്ക്ക് എക്സ് വാല്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്, എക്സിലോട്ട് കൺവേർട്ട് ആയിട്ട് സാധനങ്ങൾ വരുന്നുണ്ട്. സോ n ഗ്രേറ്റർ ആവുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അടുത്തോട്ട് വാല്യൂസ് ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞിടാ മക്കളെ? പിന്നെ അഡീഷണൽ ആക്ടിവിറ്റീസ് ആണ്, നമുക്ക് ചെയ്യണമെന്നില്ല, നിങ്ങളൊരു ഫണ്ണിന് വേണ്ടി ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. സോ മക്കളെ, നമ്മുടെ ലാബ് 0-ൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഇന്റർഫേസ് പരിചയപ്പെട്ടു, പിന്നെ സ്ലൈഡർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോയിന്റ് പ്ലോട്ട് ചെയ്ത് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യാൻ പഠിച്ചു അല്ലേ? പിന്നെ എന്താണ്, ഓരോന്നിൻ്റെയും ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ പഠിച്ചു. പിന്നെ ഫംഗ്ഷൻസിൻ്റെ n മാറുന്നതിനനുസരിച്ച് ഫംഗ്ഷനിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ലാബ് 0 സെറ്റാണ്. പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയുന്ന കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, മിസ്സേ എനിക്ക് 8 ലാബേ ഉള്ളൂ, 13 ലാബേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലടാ, ഫസ്റ്റ് ഇൻട്രോ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ സ്കൂളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരിക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടുന്ന ലാബ് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് മിടുക്കന്മാരായിട്ട് പോയിട്ട് ലാബ് എക്സാം ഒക്കെ എഴുതി സെറ്റായിട്ട് വരിക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.